ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആദ്യം രാജ്യം പിന്നെ പാർട്ടി എന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഡോക്ടർ ശശി തരൂർ എം പി. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടി വരും. എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് താൻ സംസാരിച്ചതെന്നും തരൂർ പറഞ്ഞു. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനത്തിൽ പുതുമയില്ലെന്നും താൻ നേരത്തെ എഴുതിയ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ഡോക്ടർ ശശി തരൂർ വിശദീകരിച്ചു. പഹൽഗാം ആക്രമണത്തിലും പിന്നാലെയുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിലും ഗവൺമെന്റിനെ പിന്തുണച്ചതിൽ കോൺഗ്രസിനുള്ളിലുയർന്ന വിമർശനങ്ങൾ വീണ്ടും തള്ളുകയാണ് ഡോക്ടർ ശശി തരൂർ എം പി. എപ്പോഴും രാജ്യം തന്നെയാണ് പ്രധാനം, പാർട്ടി രണ്ടാമതെന്നും പ്രതികരണം. Which is your first loyalty? To my mind, the nation comes first. Parties are a means of making the nation better. So to my mind, whichever party you belong to, the objective of that party is to create a better India. പലരും തന്നെ വിമർശിക്കാറുണ്ട്. പക്ഷേ ചെയ്തത് രാജ്യത്തിനു വേണ്ടിയുള്ള ശരിയായ കാര്യം. എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് സംസാരിച്ചത്. As you know, if you're following the news, a lot of people have been very critical of me because of the stand I've taken supporting our armed forces and our government on what happened recently in our country and on our borders. But I will stand my ground because I believe this is the right thing for the country. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനത്തിലും തരൂർ പ്രതികരിച്ചു. എന്നെ വായിക്കാത്തവരാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗാന്ധി കുടുംബത്തിനെതിരൊരു വാക്കും പറഞ്ഞിട്ട് ചില വ്യക്തികളും ചില അവിടെ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഇതിലൊരു പുതിയ വരിയുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനെന്ന് സർവേ നടത്തിയത് താനല്ലല്ലോ എന്നും സർവേയെക്കുറിച്ച് അത് നടത്തിയവരോട് ചോദിക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. എനിക്കിതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാനല്ല സർവേ നടത്തിയത്, ഞാൻ കണ്ടു അത്രേ ഉള്ളൂ. അത് അവർ ഉണ്ടാക്കിയവരോട് ചോദിക്കൂ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കോൺഗ്രസിനുള്ളിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ വകവെക്കുന്നില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ശശി തരൂർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് 24. വീണ്ടും വിവാദ പ്രസംഗവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാന്തപുരം പറയുന്നത് നോക്കി ഭരിച്ചാൽ മതി എന്ന അവസ്ഥയിൽ സർക്കാർ എത്തി. എന്തു തീരുമാനമെടുക്കുമ്പോഴും മലപ്പുറത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥ. ശമ്പള ഇനത്തിൽ ക്രൈസ്തവർ കോടികൾ കൊണ്ടുപോകുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പാർട്ടികൾക്കെതിരെയും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശം. കോട്ടയത്ത് നടന്ന SNDP യൂണിയൻ ശാഖാ നേതൃയോഗത്തിലാണ് വെള്ളാപ്പള്ളി വർഗീയ പരാമർശം നടത്തിയത്. മുസ്ലിം സമുദായത്തെ പരാമർശിച്ചായിരുന്നു തുടക്കം. സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. എന്ന നിലയിലേക്ക് എത്തില്ലേ ഇപ്പോൾ നിൽക്കുന്ന ഗവൺമെന്റ്? എന്താണ് അവര് ഇരിക്കാൻ പറഞ്ഞ അപ്പം കിടന്നുകൂടെ? അതായി ക്രൈസ്തവ സഭകൾക്കെതിരെയും വിമർശനമുണ്ടായി. മുസ്ലിം ലീഗിനെതിരെയും കേരള കോൺഗ്രസിനെതിരെയും വർഗീയ പരാമർശം വെള്ളാപ്പള്ളി നടത്തി. തന്ത്രപൂർവ്വം മുഖ്യമന്ത്രി സ്ഥാനത്തെത്താനാണ് ലീഗ് ശ്രമിക്കുന്നത്. സഭയും അധികാരം പിടിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നും വെള്ളാപ്പള്ളി. മലബാർ പ്രദേശത്ത് മാത്രമല്ല, അവർ തിരുക്കൊച്ചി പ്രദേശത്ത് കൂടി നാലെണ്ണം വേണം. അതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം കിട്ടും. അവർ കേരളം ഭരിക്കും, മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെയുള്ള വളരെ തന്ത്രപൂർവമായ ശ്രമങ്ങളുമായി അവർ മുമ്പോട്ട് വന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ SNDP പ്രവർത്തകർ ശക്തി തെളിയിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തെയും വെള്ളാപ്പള്ളി ന്യായീകരിച്ചു. 24 കോട്ടയം. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട കത്തോലിക്ക സഭാ മുഖപത്രം ദീപികയിലെ ലേഖനത്തിനെതിരെ സമസ്ത വിദ്യാർത്ഥി നേതാവ് OP അഷ്റഫ്. സമസ്തയുടെ നിലപാടിനെതിരെ ചില മാധ്യമങ്ങൾ പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുന്നു. വിദ്വേഷ പ്രചാരണം നടത്തുന്നത് അപലപനീയമെന്നും SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് 24നോട് പറഞ്ഞു. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ കടുത്ത നിലപാടിലാണ് സമസ്ത EK വിഭാഗം. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ അവതരിപ്പിക്കേണ്ട കരടുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളും നവമാധ്യമങ്ങളും കുപ്രചരണം നടത്തുന്നു എന്ന് OP അഷ്റഫ്. ഓണം, ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ട് സമസ്ത അഭിപ്രായം പറയാൻ തീരുമാനിച്ചു എന്നത് തെറ്റായ പ്രചരണം. ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോപ്പഗണ്ടകൾ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സർക്കാരിൻ്റെ ലീവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൊതു അവധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുമൊക്കെ സമസ്ത കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്നത് തെറ്റായ ഒരു വാർത്തയും തെറ്റായ രീതിയുമാണ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ അവകാശമുണ്ട്.
ഇത്തരം ഇടപെടലുകളെ വർഗീയമായി ചിത്രീകരിക്കുന്നു. ഒരു ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള ഇടപെടലുകളെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നത് അപലപനീയവും വളരെ നീചമായ പ്രവൃത്തിയുമാണ്. സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച ആശങ്ക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് AP സംസ്ഥാന നേതാവ് പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്. അത് സംബന്ധമായി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ നേതാവും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിശദമായി വിഷയങ്ങൾ പറയുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ആശങ്ക നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ലെന്നാണ് AP സംസ്ഥയുടെ നിലപാട്. സമീർ C മുഹമ്മദ്, 24 കോഴിക്കോട്. CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ CPIM-ന് അതിരൂക്ഷ വിമർശനം. വിവിധ വിഷയങ്ങളിൽ CPIക്കെതിരെ CPM ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു എന്നാണ് കുറ്റപ്പെടുത്തൽ. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെ രണ്ടാം കക്ഷിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശം. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ശ്രമം നടത്തുമ്പോൾ വിഷയത്തിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി CPIM ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുവെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാന ആരോപണം. മുതിർന്ന CPIM നേതാവായ MM മണിയുടെ പേരെടുത്തു പറഞ്ഞ വിമർശനമുണ്ട്. CPI തകരേണ്ട പ്രസ്ഥാനമാണെന്നും തകർക്കുമെന്നും 2012 MM മണി പ്രസംഗിച്ചിരുന്നു. ഇപ്പോഴും അവരുടെ മനസ്സിൽ അതുതന്നെയാണെന്ന് റിപ്പോർട്ടിൽ വിമർശനം. മൂന്നാറിൽ CPI-CPIM ബന്ധം ഒട്ടും മെച്ചമല്ല. CPIM-ന്റെ നിലപാടുകൾക്കെതിരെ പാർട്ടിക്ക് പരസ്യമായി രംഗത്തെത്തേണ്ടി വന്ന സാഹചര്യവും ഓർമ്മപ്പെടുത്തുന്നു. ജില്ലയിലെ ഏതാനും പോക്കറ്റുകളിൽ മാത്രമുള്ള കേരള കോൺഗ്രസ് M കേരള കോൺഗ്രസ് ജോസഫിനേക്കാൾ താഴെ എന്നാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. BJP എല്ലാ മേഖലകളിലും സ്വാധീനം ഉറപ്പിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും പരാമർശം. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ്. സമ്മേളനം നാളെ അവസാനിക്കും. 24 ഇടുക്കി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. ഷാർജയിൽ വീണ്ടും മലയാളി യുവതിയുടെ ആത്മഹത്യ എന്ന് സംശയം. കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ സതീഷിനെയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. അരുൺ പാടാട്ട് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, നമ്മൾ ഒരു വിഭജികയുടെ കണ്ണീരിൻ്റെ ദുരിതത്തിൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ അത് മറക്കാറായിട്ടില്ല. ഈ ദിവസങ്ങളിലൊക്കെ അത് ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു വിവരം കൂടി അവിടുന്ന് വരികയാണ്. എന്താണ് സംഭവിച്ചത്? അതുല്യ സതീഷിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം എന്താണ്? തീർച്ചയായും വിജയകുമാർ, വിഭജികയുടെ മരണം സംബന്ധിച്ച ഞെട്ടിൽ നിന്ന് പ്രവാസികൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. അതിനിടയിലാണ് സമാനമായ രീതിയിൽ ഒരു മരണവാർത്ത കൂടെ ഷാർജയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലം ചവറ സ്വദേശിനിയായ അതുല്യ സതീഷാണ് ഈ രീതിയിൽ മരിച്ചത്. ഷാർജ റോളയിലെ ഫ്ളാറ്റിലാണ് ഈ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ദുബായിലുള്ള ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറായ ഭർത്താവ് സതീഷും അതുല്യയുമായി മിഞ്ഞാന്ന് രാത്രി വഴക്കുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇതേ തുടർന്ന് അതുല്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് മരണത്തിന് പിന്നിലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം ഭർത്താവ് സതീഷ് സ്ഥിരം മദ്യപിക്കുന്നയാളാണെന്നും അതുല്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ട് എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഷാർജ പോലീസിൽ മുൻപൊരു പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ ഒരു വഴക്കിന് ശേഷം സതീഷ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും പിന്നീട് പുലർച്ചെ തിരികെ എത്തുമ്പോൾ ഈ രീതിയിൽ അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അതുല്യ ഇന്ന് ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിക്ക് പ്രവേശിക്കേണ്ടതായിരുന്നു. ഈ അതുല്യയുടെ സഹോദരി ഇവിടെയുണ്ട്. ഇവരോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ഈ സഹോദരിയോടും പരാതിപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1.5 വർഷങ്ങൾക്ക് മുൻപാണ് ഈ അതുല്യയെ സതീഷ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നേരത്തെ ഇവർ രണ്ടുപേരും ദുബായിലായിരുന്നു താമസം. പിന്നീടാണ് ഷാർജയിലേക്ക് മാറിയത്. ഇപ്പോൾ മൃതദേഹം ഷാർജ മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിജയകുമാർ, ഈ അരുണ, ഈ അതുല്യയുടെ സഹോദരി മാത്രമേ ബന്ധുക്കൾ എന്ന നിലയിൽ അവിടെ ഇപ്പോഴുള്ളൂ? മറ്റു കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതൊക്കെ ആരാണ്? അതിൻ്റെ നിയമ നടപടികളൊക്കെ ഇനി അവിടെ കുറേ ബാക്കി കാണുമല്ലോ. ഇപ്പോൾ നമുക്കറിയാം വിഭജികയുടെ മൃതദേഹം ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. തിങ്കളാഴ്ചയോ മറ്റുമാണ് അത് മൃതദേഹം ഇവിടെ കൊണ്ടുവരുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നടപടിക്രമങ്ങളൊക്കെ ഇനി ഒത്തിരി അവിടെ ബാക്കിയുണ്ടല്ലോ. ഇനി നടപടിക്രമങ്ങൾ എന്തായാലും അടുത്ത ആഴ്ചയോട് കൂടി മാത്രമേ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇനി പോലീസ് നടപടികൾ അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. പിന്നീട് ബോഡി എംബാമിംഗ് ചെയ്ത് അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ഇനി ബാക്കിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ നടപടിക്രമങ്ങൾ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇനിയിപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടുത്ത ആഴ്ചയോട് കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നാളെയും ഇവിടെ അവധിയാണ്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ഒരു വിഷയത്തിൽ തുടർ
നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾക്ക് സാധിക്കുകയുള്ളൂ. വിഷയത്തിൽ സാമൂഹ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കുടുംബത്തിന് പൂർണ്ണ സപ്പോർട്ടായി ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ രംഗത്തുണ്ട്. എന്നാൽ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാക്കാനുള്ള കാര്യങ്ങൾ ഇവർ ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും മറ്റന്നാളോട് കൂടി മാത്രമേ ഈ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. നാളെ ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ എല്ലാം തന്നെ അവധിയാണ് ഇവിടെ. ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ മറ്റന്നാളിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വിഭജിയുടെ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. വിഭജിയുടെ മൃതദേഹം ഇനിയിപ്പോൾ മറ്റന്നാൾ തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വിജയകുമാർ. യെസ്, കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ സതീഷിനെയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് ബന്ധുക്കളുടെ പരാതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഷാർജ പോലീസിന് നൽകിയിരുന്നു എന്നും സൂചനകളുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്. മറ്റൊരു പ്രധാന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സർവകലാശാല VC നിയമനവുമൊക്കെയായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രി നാളെ ഗവർണറെ കാണും എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. വൈകിട്ട് 3:30 ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. നാളെ വൈകുന്നേരം മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആ തർക്കത്തിൽ ഏതാണ്ട് ഒരു സമവായത്തിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഗവർണർ മുഖ്യമന്ത്രി ചർച്ചയുണ്ടാകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. നാളെ മുഖ്യമന്ത്രി ഗവർണറെ കാണും എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. താൽക്കാലിക VC നിയമനം സംബന്ധിച്ച ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിൽ UGCയെ കക്ഷി ചേർക്കാൻ ഗവർണർ. താൽക്കാലിക VC നിയമനത്തിൽ UGC മാനദണ്ഡം ബാധകമാണോ എന്ന് വ്യക്തമാക്കാൻ ഗവർണർ അപ്പീലിൽ ആവശ്യപ്പെട്ടു. മറ്റു വിഷയങ്ങളിൽ സർക്കാരുമായി രമ്യതയിൽ പോകാനാണ് ഗവർണറുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകളുടെ പുരോഗതിക്ക് കോട്ടം തട്ടുന്ന നടപടികൾ വേണ്ട എന്ന് ഗവർണറും ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്താണ് ഗവർണർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നത്. ഈ അപ്പീലിലാണ് UGCയെ കൂടി കക്ഷി ചേർക്കാനുള്ള സാധ്യതകൾ ആരായുക. UGC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവകലാശാലകളിലെ VC നിയമനം. സ്ഥിരം VCയുടെ എല്ലാ അധികാരങ്ങളും താൽക്കാലിക VCക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ താൽക്കാലിക VC നിയമനത്തിലും UGC മാനദണ്ഡങ്ങൾ ബാധകമാക്കേണ്ടതല്ലേ എന്നാണ് അപ്പീലിലൂടെ ഗവർണർ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം. ഇതുവഴി UGCയെ കൂടി കേസിൽ കക്ഷിയാക്കാമെന്നാണ് രാജ്ഭവന്റെ പ്രതീക്ഷ. അപ്പീൽ ഒഴിച്ചുള്ള വിഷയങ്ങളിൽ സർക്കാരുമായി രമ്യതയിൽ പോകാനാണ് ഗവർണറുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് നടത്തിയ അനൗദ്യോഗിക ചർച്ചകളാണ് മഞ്ഞുരുക്കം സംഭവിച്ചത്. അപ്പീൽ ഒഴികെയുള്ള സർവകലാശാല വിഷയങ്ങളിൽ കർശന സമീപനം വേണ്ടെന്ന് ഗവർണർ രാജ്ഭവന് നിർദ്ദേശം നൽകി. സർക്കാരുമായി സമവായത്തിലെത്തുന്നത് രാജ്ഭവൻ വൃത്തങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട്. മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും വൈകാതെ ഗവർണറെ കാണും. എന്നാൽ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നില്ല. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ബില്ലുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസ് അടുത്ത ചൊവ്വാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് റഫറൻസ് പരിഗണിക്കുക. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നതാണ് റഫറൻസിലൂടെ രാഷ്ട്രപതി വ്യക്തമാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവിന് പിന്നാലെയാണ് 14 ചോദ്യങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് ഉന്നയിച്ചത്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഭരണഘടനയിൽ നിർദ്ദേശിക്കാത്ത സമയപരിധി സുപ്രീം കോടതിക്ക് നിർവചിക്കാനാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചത്. രാഷ്ട്രപതിയുടെ ഈ റഫറൻസാണ് സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രപതിയുടെ റഫറൻസും ജസ്റ്റിസ് JB പർദിവാലയുടെ ഉത്തരവും പരിശോധിക്കും. വിഷയത്തിലെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം ഏറെ നിർണായകമാണ്. രാഷ്ട്രപതിയുടെ റഫറൻസിനെതിരായ തീരുമാനം ഭരണഘടനാ ബെഞ്ച് കൈക്കൊണ്ടാൽ അത് ചരിത്രമാകും. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ ഒരുക്കം തുടങ്ങി മുഖ്യമന്ത്രിയും CPIM-ഉം. ഓരോ ജില്ലയിലും പരമാവധി സീറ്റുകളിൽ വിജയം ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് LDF MLA-മാരുടെ യോഗം വിളിച്ചു. തിരുവനന്തപുരത്തെ LDF MLA-മാരുടെ യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ക്ലിഫ് ഹൗസിൽ ചേർന്നു. 24 എക്സ്ക്ലൂസീവ്. മൂന്നാമതും ഭരണം ഉറപ്പാക്കുന്ന ലക്ഷ്യത്തിലാണ് മുഖ്യമന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളിലേക്ക് നേരിട്ടിറങ്ങുന്നത്.
തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ സംഘടനാപരമായ ഒരുക്കങ്ങൾ CPIM ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് സമാന്തരമായാണ് മുഖ്യമന്ത്രി ഓരോ ജില്ലയിലെയും സ്ഥിതി അവലോകനം ചെയ്യുന്നത്. തുടർ വിജയം ഉറപ്പാക്കുകയും അതിന് വിഘാതമായി നിൽക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പരിഹാരം കാണുകയും ചെയ്യുന്നുള്ള ഇടപെടലാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യമാണ് മുഖ്യമന്ത്രി ആദ്യം അവലോകനം ചെയ്തത്. ഇതിനായി ജില്ലയിലെ MLA-മാരുടെ യോഗം ക്ലിഫ് ഹൗസിൽ ചേർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 14 സീറ്റിൽ 13 ഇടത് MLA-മാരെ ജയിപ്പിച്ച ജില്ലയെന്ന നിലയിലാണ് ആദ്യ ഇടപെടൽ തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങിയത്. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ മുഖ്യമന്ത്രി സർക്കാർ മുൻകൈയിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ എല്ലാ ജില്ലകളിലും ഉണ്ടാകും. സർക്കാരിൻ്റെ മുൻഗണനാക്രമം ഇനിയും മാറേണ്ടതുണ്ടെന്ന് ചില MLA-മാർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്നടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വൈകാതെ ഉണ്ടായേക്കും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. CPI പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കവേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വീണ്ടും മുതിർന്ന നേതാവ് K. ഇസ്മയിൽ തന്റെ നാടായ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ നല്ല വിഷമമുണ്ടെന്ന് K. ഇസ്മയിൽ 24-നോട് പറഞ്ഞു. സമ്മേളനത്തിൽ ആളുകളെ ക്ഷണിക്കേണ്ടത് ജില്ലാ കൗൺസിലാണെന്ന് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പ്രതികരിച്ചു. വടക്കഞ്ചേരിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ അതൃപ്തി തുറന്നു പറയുകയാണ് K. ഇസ്മയിൽ. തന്റെ പൂർവ്വകാല സമ്മേളന ചരിത്രം ഇസ്മയിൽ ഓർമ്മിപ്പിച്ചു. യാത്രയിൽ നിരാശയൊന്നും എനിക്കില്ല. എന്നാലും എൻ്റെ ജില്ലയിൽ, എൻ്റെ നാട്ടിൽ ജില്ലാ സമ്മേളനങ്ങൾ ഇപ്പോൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടക്കുമ്പോൾ ഞാനില്ലാതെ പോയല്ലോ എന്നുള്ളൊരു ചെറിയ ദുഃഖം എനിക്ക്. വീട്ടിലാരെങ്കിലുമൊക്കെ വരും, അതൊക്കെ ഒരു അസൗകര്യം ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളാണ്. ഒരു 10-25 കൊല്ലക്കാലം ഈ സംഘടന, കേരളത്തിലെ സംഘടന എൻ്റെ കയ്യിലായിരുന്നു. ജില്ലാ സമ്മേളന വേദിയിൽ K. ഇസ്മായിലിന് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജിന്റെ മറുപടി. പ്രത്യേക ക്ഷണിതാവ് ആരെ വിളിക്കണം ആരെ വിളിക്കേണ്ട എന്നുള്ളത് പാർട്ടിയുടെ ജില്ലാ കൗൺസിലാണ് തീരുമാനിക്കുക. ആ ജില്ലാ കൗൺസിൽ തീരുമാനിച്ച പ്രകാരമുള്ളവരെ വിളിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. ആ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഇന്നും നാളെയുമാണ് CPI പാലക്കാട് ജില്ലാ സമ്മേളനം. 209 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MP-യാണ് ഉദ്ഘാടനം ചെയ്തത്. 24 പാലക്കാട്. നൂറനാട് അമ്മയെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ CPIM ലോക്കൽ സെക്രട്ടറി അടക്കം 25 പേർക്കെതിരെ കേസ്. കുടിയിറക്കപ്പെട്ട വീട്ടമ്മ റജബിന്റെ പരാതിയിലാണ് നൂറനാട് പോലീസിന്റെ നടപടി. സംഭവം നടന്ന 3-ാം ദിവസമാണ് പോലീസ് നടപടി. അമ്മയെയും 2 പെൺമക്കളെയും തെരുവിലിറക്കി വീട് പൂട്ടി കൊടികുത്തിയ CPIM പാലമേൽ ലോക്കൽ സെക്രട്ടറി നൌഷാദ് അടക്കം 25 പേർക്കെതിരെയാണ് കേസ്. സർക്കാർ ഭവന പദ്ധതിയിൽ കിട്ടിയ വീട് നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയെന്നാരോപിച്ചായിരുന്നു CPIM ലോക്കൽ കമ്മിറ്റിയുടെ നടപടി. വിവാദമായതോടെ മേൽഘടകങ്ങൾ വിഷയത്തിൽ ഇടപെട്ടു. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു പാർട്ടി ഇടപെടലെന്ന് തിരുത്തി ഏരിയ കമ്മിറ്റി പ്രസ്താവനയിറക്കി. ഇതിനിടെ വീട്ടിലെ താമസക്കാരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ലോക്കൽ സെക്രട്ടറി നൌഷാദിന്റെ കോൾ റെക്കോർഡ് പുറത്തുവന്നത് പാർട്ടിയെ വീണ്ടും വെട്ടിലാക്കി. വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധത്തിനൊരുങ്ങുകയാണ് CPIM. 24 ആലപ്പുഴ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മിഥുന യാത്രാമൊഴി. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ബാക്കിയാക്കി മിഥുൻ യാത്രയായി. കുഞ്ഞു മിഥുനെ അഗ്നിയെടുക്കുമ്പോൾ ചിതയെരിഞ്ഞത് കൂടി നിന്ന ഓരോരുത്തരുടെയും മനസ്സിലായിരുന്നു. കേരളക്കരയുടെ ആകെ വിങ്ങലായി ഷോക്കേറ്റു മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരൻ.
NCCയിൽ ചേർന്ന് അതുവഴി പട്ടാളത്തിലെത്തണം. സ്വരുക്കൂട്ടി വെച്ച നാണയത്തുട്ടുകൾ കൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങണം. മികച്ച ഫുട്ബോളർ ആവണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു അവന്. അധ്വാനത്തിന്റെ വിലയറിയുന്ന മിഥുന് കൂട്ടുകാരന്റെ ചെരുപ്പ് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അതെടുക്കാൻ അവൻ കാണിച്ച സാഹസവും അതുകൊണ്ട് തന്നെ. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. മണിക്കൂറുകൾ നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ അവന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടായിരുന്നു. മിഥുനെത്തും മുൻപ് തന്നെ അവന്റെ പ്രിയപ്പെട്ട അച്ചമ്മ കുഴഞ്ഞു വീണു. സ്കൂൾ വിട്ടുവരുമ്പോഴേക്കും പലഹാരം കരുതി വെക്കണമെന്ന് പറഞ്ഞ് പോയവനാണ്. എങ്ങനെ സഹിക്കാൻ കഴിയും ചെറുമകന്റെ വേർപാട്? അണമുറിയാതെ ജനങ്ങൾ ഒഴുകിയെത്തി പണിതീരാത്ത ആ വീട്ടിലേക്ക്. പ്രായഭേദമന്യേ എല്ലാവരുടെയും സുഹൃത്തായിരുന്നു മിഥുൻ. എല്ലാവരോടും ചിരിച്ച് വിശേഷങ്ങൾ ചോദിച്ച് അങ്ങനെയാണ് അവൻ ഗ്രാമത്തിലൂടെ പാറിപ്പറന്ന് നടന്നിരുന്നത്. കണ്ണീർ തളം കെട്ടി നിന്ന ആ വീട്ടിലേക്ക് ഒടുവിൽ അമ്മ സുജയുമെത്തി. സഹിക്കാൻ കഴിയാത്ത കാഴ്ച. ഒടുവിൽ വൈകിട്ടോടെ ചിതയിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. കടലുകൾക്കപ്പുറം ഇരുന്നാണ് മിഥുന്റെ വിയോഗം അമ്മ സുജ അറിയുന്നത്. മകനെ അവസാനമായി ഒരു നോക്കു കാണാനെത്തിയ മണിക്കൂറുകൾ നീണ്ട യാത്ര വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല ഒരു അമ്മയ്ക്കും. രാവിലെ ഇൻഡിഗോ വിമാനത്തിലാണ് സുജ നെടുമ്പാശ്ശേരിയിലെത്തിയത്. അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. മക്കൾക്ക് മിഠായിയും പുത്തനുടുപ്പുകളുമൊക്കെയായി നാട്ടിലേക്കൊരു മടക്കം സ്വപ്നം കണ്ടാകും 4 മാസം മുൻപ് മിഥുനെയും സുജനെയും അച്ഛമ്മ മണിയമ്മയുടെ കയ്യിലേൽപ്പിച്ച് സുജ വിമാനം കയറിയിട്ടുണ്ടാവുക. തകർച്ചയുടെ വക്കിലെത്തിയ വീട്, പെരുകിയ കടം, പ്രാരാബ്ധങ്ങളുടെ നിഴൽ ഒരിക്കലും മക്കളുടെ മേൽ വീഴരുത് എന്ന പ്രതീക്ഷയിലാണ് അറബിയുടെ വീട്ടിൽ ജോലിക്ക് കയറിയത്. എന്നാൽ വിധി മറിച്ചായിരുന്നു. ചേതനയേറ്റ മകന്റെ മുന്നിലേക്കാണ് സുജയ്ക്ക് മടങ്ങേണ്ടി വന്നത്. കുവൈറ്റിൽ ജോലിക്ക് നിന്ന അറബി കുടുംബം തുർക്കിയിലേക്കുള്ള വിനോദയാത്രയിൽ സുജയെയും കൂട്ടിയതിനാൽ മകന്റെ മരണവിവരം അറിയാൻ വൈകി. വ്യാഴാഴ്ച രാത്രി വീഡിയോ കോൾ വഴിയാണ് സുജ മരണവിവരം അറിഞ്ഞത്. ഉടൻ കുവൈറ്റിലേക്ക് മടങ്ങി. അവിടെ നിന്ന് കൊച്ചിയിലേക്ക്. സുജയെ കൂട്ടിക്കൊണ്ടുപോകാൻ മണിക്കൂറുകൾക്ക് മുൻപേ കൊല്ലത്തുനിന്ന് ബന്ധുക്കൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇളയ മകൻ സുജിനും ബന്ധുക്കൾക്കൊപ്പം അമ്മയെ കാത്തുനിന്നു. വിമാനമെത്തിയത് 9:10. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പുറത്തെത്തിയപ്പോൾ 9:30. സഹോദരിയെയും മകനെയും കണ്ടപ്പോൾ സുജയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തടസ്സങ്ങൾ ഒഴിവാക്കാൻ വഴിനീളെ പോലീസ് സൗകര്യമൊരുക്കിയിരുന്നു. 2 മണിയോടെ സുജ മകനരികിലെത്തി. ചേതനയേറ്റ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. ¡Vamos!
24 കൊച്ചി. നമ്മൾ നേരത്തെ നൽകിയ ഷാർജയിലെ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട അതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിന് പിന്നിൽ ഭർതൃപീഡനം എന്ന പരാതിയുമായി ആ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. യുവതിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആരാ ലൈവ്? അത് വീഡിയോ യുവതിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് വിവരങ്ങൾ നൽകും. അരുൺ, ഇപ്പോൾ നമ്മൾ ഈ നൽകിയ ദൃശ്യങ്ങൾ ഇത് അവർ നാട്ടിലേക്ക് അയച്ചു കൊടുത്തതാണോ, ആ വീട്ടിലേക്ക് കൈമാറിയതാണോ, അതുല്യയുടെ വീട്ടിലേക്ക് നൽകിയതാണോ ഈ ദൃശ്യങ്ങൾ? ഷാർജയിലെ ഭർത്താവിന്റെ പീഡനത്തിന്റെ ദൃശ്യങ്ങളാണല്ലോ ഇതല്ലേ? വിജയകുമാർ, കൊല്ലം ചവറ തെക്കുംഭാഗം കോയിവിള അതുല്യ ഭവനത്തിൽ അതുല്യ സതീഷാണ് ഷാർജയിലെ റോളയിൽ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചത്. ഭർത്താവ് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അതുല്യ ആദ്യ സമയത്ത് തന്റെ വീട്ടുകാരോട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞത്. തുടർന്ന് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബന്ധുവായ ഒരു സഹോദരിക്ക് അയച്ചു കൊടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങളിൽ ക്രൂരമായ പീഡനം അതുല്യ നേരിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭർത്താവ് സതീഷ് ശാസ്താംകോട്ട സ്വദേശിയാണ്. ഇയാളിൽ നിന്ന് ക്രൂരമായ പീഡനം താൻ തുടർച്ചയായി അനുഭവിക്കുകയാണ്. മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം തന്നെ ശാരീരികമായി അടക്കം വലിയ തോതിൽ മർദ്ദിക്കുന്നു എന്നുള്ളതായിരുന്നു അതുല്യ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്ത ശേഷം ബന്ധുവിനോട് പരാതിപ്പെട്ടത്. ഇതിന് പിന്നാലെ അതുല്യ തൂങ്ങി മരിച്ചു എന്ന വിവരമാണ് ബന്ധുക്കൾ അറിഞ്ഞത്. ഈ സതീഷിനെതിരെ ഇപ്പോൾ ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കുട്ടിയുടെ 17ാമത്തെ വയസ്സിലാണ് സതീഷുമായുള്ള വിവാഹം ഉറപ്പിക്കുകയും നിശ്ചയമടക്കം നടത്തിയ ശേഷം പിന്നീട് വിവാഹത്തിലേക്ക് കടക്കുകയുമായിരുന്നു. പക്ഷേ ഇതിനുശേഷം ഈ എന്താണ് സംഭവിച്ചത് ഇവരുടെ ജീവിതത്തിൽ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഷാർജയിലേക്ക് താമസം മാറിയതിന് പിന്നാലെ ഇയാളുടെ സ്വഭാവത്തിലടക്കം വലിയ മാറ്റം വന്നു എന്നുള്ളതാണ് അതുല്യ പറയുന്നത്. അതുല്യ പിന്നീട് നേരിട്ടത് വലിയ പീഡനങ്ങളാണ്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അതുല്യയെ ഒരു കാര്യം ഇടയ്ക്ക് ചോദിക്കട്ടെ, ഈ ദൃശ്യങ്ങളൊക്കെ ഇവരുടെ ഈ അതുല്യയുടെ ബന്ധുവിന് കൈമാറിയത് എപ്പോഴാണ്? ഈ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ്, ആത്മഹത്യക്ക് കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ഈ ദൃശ്യങ്ങൾ കൈമാറിയത്. ഈ ദൃശ്യങ്ങൾ പ്രധാനമായും പറഞ്ഞത് തനിക്ക് ഈ ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനം ഏൽക്കുന്നുണ്ട്, ഇനി ഇത് സഹിക്കാൻ കഴിയില്ല, താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ പീഡനം. മദ്യപിച്ച ശേഷമാണ് സതീഷ് ഇത്തരത്തിൽ തന്നെ മർദ്ദിക്കുന്നത്, തന്നെ ശാരീരികമായി അടക്കം വലിയ തോതിൽ മർദ്ദിക്കുന്നുണ്ട് എന്ന പരാതിയായിരുന്നു അതുല്യ മുന്നോട്ട് വെച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ശരീരത്തെ പല ഭാഗങ്ങളിലും മർദ്ദനമേറ്റ് രക്തം കല്ലിച്ച് കിടക്കുന്നതിന്റെ പാടുകളടക്കമുണ്ട്. വലിയ തോതിൽ മുഖത്തും അതുപോലെ തന്നെ കൈകളിലും കാലുകളിലുമെല്ലാം മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് പീഡനം അടുത്ത ദിവസങ്ങളിൽ നടന്നതല്ല. ഈ ശാരീരിക പീഡനം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തുടർന്നിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഈ ഇദ്ദേഹം മദ്യപിച്ച ശേഷമാണ്, ഈ ഭർത്താവ് സതീഷ് മദ്യപിച്ച ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത് എന്നതാണ് അതുല്യ പറയുന്നത്. പക്ഷേ അതിനപ്പുറം അല്ലാത്ത സമയത്തും മർദ്ദനം ഉണ്ടായിരുന്നതായാണ് ബന്ധുക്കൾ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ ഈ അതുല്യയുടെ മാതാപിതാക്കൾ, അതുല്യയുടെ ബന്ധുക്കൾ ഇപ്പോൾ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ ശക്തമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഈ സതീഷിന്റെ ക്രൂരമർദ്ദനമാണ് മകൾ മരിക്കാൻ ഇടയാക്കിയത്, മകളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് ഈ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. അതുല്യ ഇതിനിടയിൽ നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ അതുല്യയെ നാട്ടിലേക്ക് കൊണ്ടുവരാനോ ഉള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഈ പരാതിയും ഈ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടും അതിൽ അവർക്ക് അവിടെ തുടരേണ്ടി വന്നു എന്നതാണല്ലോ അങ്ങേയറ്റം കഷ്ടം. അതിലെന്താണ് ഈ ബന്ധുക്കൾ പറയുന്നത്? അത്തരമൊരു ശ്രമം നടന്നോ അതോ അത് പരാജയപ്പെട്ടതാണോ അരുൺ? വിജയകുമാർ, ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അതുല്യയ്ക്ക് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ പോയത് എന്നീ കാര്യങ്ങളിൽ ഇനി അതിന്റെ മറുപടി പറയേണ്ടത് ഒരുപക്ഷെ ബന്ധുക്കളായിരിക്കും. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അവർക്കായിരിക്കും അറിയാൻ കഴിയുക. നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരമനുസരിച്ച് ഇയാൾ ഈ അതുല്യയെ നാട്ടിലേക്ക് വിടുന്നതിനടക്കം വലിയ തോതിൽ തടസ്സം നിന്നിരുന്നു എന്നുള്ളതാണ്. ശരി അരുൺ തുടരുക. ഇപ്പോൾ ഇവിടെ ഈ അതുല്യയുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയിലെ വാർഡ് മെമ്പർ ബിന്ദുമോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് ബിന്ദുമോളോട് തന്നെ ചോദിക്കാം എന്താണ് അവർക്കൊക്കെ അറിയാവുന്നത്. ശ്രീമതി ബിന്ദുമോൾ, ഇതിൽ
ഇത്തരം ഒരു ഈ പറയുന്ന തരത്തിൽ ഷാർജയിൽ വലിയ പീഡനം ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നാട്ടിലെ ബന്ധുക്കൾക്ക് അതുല്യ അയച്ചു നൽകുകയും ഒക്കെ ചെയ്യുന്നു. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അതുല്യക്ക് നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയാതിരുന്നത്? അതിൽ ബന്ധുക്കളൊക്കെ ഇടപെട്ടിരുന്നോ? എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നോ ഈ സംഭവം? ഇത് ഇപ്പോ 3 മാസമേ ആയുള്ളൂ അതുല്യ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട്. ഇത് ഹലോ കേൾക്കാമോ? കേൾക്കാം. 3 മാസങ്ങൾക്ക് മുമ്പ് അതുല്യ നാട്ടിൽ വന്നിട്ട് പോയതാണ്. വിവാഹം കഴിഞ്ഞ നാള് തൊട്ടേ ഇങ്ങനെ ഗാർഹിക പീഡനം സതീശിൽ നിന്ന് സ്ഥിരമായി ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ കോടതിയിൽ ഒരു ഗാർഹിക പീഡന കേസ് നിലവിലുണ്ടായിരുന്നു. പിന്നീട് ഇരു കൂട്ടരുടെയും വക്കീൽ ഇടപെട്ട് അതൊരു സമവായത്തിലെത്തിച്ച് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന രീതിയിൽ മാപ്പ് എഴുതി കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയതാണ് പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഈ 2 വർഷമേ ആയുള്ളൂ അതുല്യ ഗൾഫിലേക്ക് പോയിട്ട്. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം നാട്ടിൽ വന്നിട്ടുമുണ്ട്. പക്ഷെ നിരന്തരം തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ടെന്ന് അമ്മയ്ക്ക് എപ്പോഴും മെസ്സേജ് ദേവോപദ്രവം ഏൽപ്പിക്കുന്നതിന്റെ പാടുകൾ മെസ്സേജ് അയച്ചു കൊടുക്കുകയും എല്ലാം വീഡിയോ കോൾ വിളിച്ച് അമ്മയെ ഈ പാടുകൾ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ അമ്മ അതിലോട് പറയുമായിരുന്നു, ഈ ഒരു ബന്ധം വേണ്ട, മോള് ഇത് ഉപേക്ഷിച്ച് പോര് എന്ന് പറയുമായിരുന്നു. പക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞത് അവനെ ഉപേക്ഷിച്ചു പോന്നാൽ നാട്ടിൽ വന്നാലും അപായപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ സതീഷ്. ഒരു സൈക്കോ മാതിരിയുള്ള സ്വഭാവമായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണോ കരുതേണ്ടത്? അതോ ഈ ഭീഷണിയൊക്കെ ഭയന്ന് ഇത് സഹിച്ച് അതുല്യ അവിടെ തുടരുകയായിരുന്നു? അങ്ങനെ വേണം മനസ്സിലാക്കാൻ അല്ലേ? അതുല്യ എപ്പോഴും പറയുമായിരുന്നു മകളുടെ വിദ്യാഭ്യാസം നടക്കണം. അതുമാത്രമല്ല ഈ സതീശ് ജോലിക്ക് പോകുന്ന സമയത്ത് അതിന്റെ മുറിയിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പുറത്തു പോകാതിരിക്കാൻ വേണ്ടി സതീഷ് തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ഈ റൂം തുറന്നകത്ത് കയറുന്നത്. ഇവരുടെ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നോ? അല്ല, അതുല്യയുടെ കുട്ടി ഇവിടെ നാട്ടിൽ കോയിവിളയില് അതുല്യയുടെ അമ്മയോടൊപ്പം നിന്നാണ് പഠിക്കുന്നത്. ഈ സതീഷും കൊല്ലം ജില്ല ശാസ്താംകോട്ടയോ മറ്റുമാണ് സ്ഥലം അല്ലേ? അതെ, ശാസ്താംകോട്ടയിലാണ് സതീഷിന്റെ സ്ഥലം. ഇതിപ്പോ എല്ലാവർക്കും അറിയാം. ഇത് ഈ ഗാർഹിക പീഡന പരാതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാവുകയും പിന്നീട് ഇരു കൂട്ടരും ഒന്നിച്ച് ഒരു സമവായത്തിന്റെ അത്തരം ഒരു ധാരണയുടെ പുറത്താണ് വീണ്ടും ഇവർ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിച്ചത് അല്ലേ? അതെ. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ തുടർ നടപടി? നാട്ടിൽ നിലവിൽ പരാതി നിൽക്കുന്നുണ്ടോ പോലീസിലോ കോടതിയിലോ മറ്റോ? അന്ന് കോടതി മുഖാന്തരം ഉള്ള പരാതിയായിരുന്നു. അത് പിന്നീട് സതീശ് ഇനി മേലാൽ ഇത് ആവർത്തിക്കത്തില്ല എന്ന് ബന്ധുക്കൾക്ക് ഒരു ഉറപ്പ് എഴുതി നൽകി ആണ് അന്ന് പിന്നീട് ഇത് ഒരു അവർ രണ്ടും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത്. എപ്പോഴും മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ടൊക്കെ പിന്നെ ഈ വലിയ മദ്യപാനിയായിരുന്നു സതീശ്. അന്നേരം അതിനുശേഷം പിന്നീട് വന്ന് കാലി പിടിച്ച് മാപ്പ് പറയുകയും പിന്നെ ഈ പെൺകുട്ടിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് വശത്താക്കുന്ന ഒരു സ്വഭാവമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. എന്തിനായിരുന്നു ആ സമവായത്തിന് പോയത് ഇത് എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. പക്ഷേ അത്തരം എന്തെങ്കിലും സമ്മർദ്ദം അതുല്ലേക്ക് ഉണ്ടായിരുന്നോ വീണ്ടും ഒരുമിച്ച് പോകാനൊക്കെ? ഈ ഇത്രയും ഗുരുതരമായ ഈ പറയുന്ന എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് തോന്നാവുന്ന മട്ടിലൊക്കെ പെരുമാറുന്ന ഒരാളുടെ കൂടെ ഈ സമവായത്തിന് പോയത് മറ്റാരുടെയെങ്കിലുമൊക്കെ സമ്മർദ്ദം? നമ്മളുടെ നാട്ടിലെ സാഹചര്യം താങ്കൾക്ക് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അറിയാമല്ലോ. ഇനിയിപ്പോൾ ഈ വിവാഹബന്ധം വേർപെടുത്തിയൊക്കെ വന്നാൽ അതുണ്ടാക്കുന്ന പ്രശ്നം മൂലം അങ്ങ് അത് സഹിച്ചു പോയതാണോ അതുല്യ? താങ്കൾക്കറിയാമോ? ഇതിലൊക്കെ സങ്കടകരമായ ഒരു കാര്യം, ഇന്ന് അതുല്യയുടെ ബർത്ത്ഡേ കൂടിയാണ്. അയ്യോ. അന്നേരം ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള പിന്നെ ഫോട്ടോസ് ഒക്കെ അതുല്യ ഷെയർ ചെയ്തിരുന്നു. ഈ സതീശിൽ നിന്ന് രക്ഷപ്പെട്ട് പോന്നാലും സതീശ് ഇവിടെ വന്ന് അതിക്രമം കാണിക്കും എന്നുള്ള ഒരു തോന്നല് അതിലേക്ക് ഉണ്ടായിരുന്നു. അതിൽ അത് പലരോട് ഷെയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു.
ഇത് ആത്മഹത്യ തന്നെയാണോ, മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ആത്മഹത്യ അല്ല എന്നാണ് അമ്മയും അച്ഛനും തറപ്പിച്ച് പറയുന്നത്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിലെ അമ്മയോടും മകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ പിടിച്ചു നിൽക്കും, എനിക്കൊരു മരണം ഉണ്ടായാൽ അത് മറ്റ് ഏതെങ്കിലും രീതിയിലായിരിക്കുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അമ്മ ഇന്ന് എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞത്. അതുല്യയുടെ ആരാണ് അവിടെ ഉള്ളത് ഇപ്പോൾ? ഈ എന്താണ് അവിടെ നടക്കുന്നത്? സഹോദരി അനിയത്തിയാണ്. അനിയത്തിയും ഹസ്ബൻഡും അവിടെ ഉണ്ട്. അവരാണ് മരണവിവരം നാട്ടിൽ അറിയിച്ചത്. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ അവിടേക്ക് പോകണമല്ലോ അല്ലേ? ഇത് നമ്മൾ ഈ വിഭജിക എന്ന് പറഞ്ഞ കൊല്ലത്ത് തന്നെയുള്ള കേരളപുരം സ്വദേശിയായ വിഭജികയുടെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞില്ല, അടുത്തത് അപ്പോഴേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ ഇനിയിപ്പോഴും ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ പോവുകയും ഒക്കെ വേണമല്ലോ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും. ഇനിയിപ്പോൾ ഇത് മറ്റെന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അതിൽ അന്വേഷണവും ഒക്കെ നടക്കണ്ടേ? അവിടെ മറ്റൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും മലയാളി അസോസിയേഷന്റെ പ്രവർത്തകരെല്ലാം അതുല്യയുടെ സഹോദരി അഖിലയോടൊപ്പം അവിടെ ഉണ്ട്. നിയമപരമായി ഉള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മുടെ മലയാളി അസോസിയേഷൻകാർ അഖിലയോടൊപ്പം ഇപ്പൊ തന്നെ ചേർന്നിട്ടുണ്ട്. ശരി, ബിന്ദുമോളാണ് അവിടെ തേവലക്കര പഞ്ചായത്ത് അംഗം. അതുല്യയുടെയൊക്കെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ പഞ്ചായത്തിലെ വാർഡിലെ അംഗമാണ് ബിന്ദുമോളാണ് പ്രതികരിച്ചത്. ഏതായാലും ഇതൊരു ആത്മഹത്യയല്ല, അത് അങ്ങനെ ആവില്ല എന്ന് തന്നെയാണ് ഇവിടെ അതുല്യയുടെ മാതാപിതാക്കളൊക്കെ പറയുന്നത്. കാരണം ഇത്രയും ഒക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ജീവൻ ഒടുക്കില്ല എന്ന് വീട്ടുകാരെ അതുല്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. മകളുണ്ട്, മകൾക്ക് വേണ്ടി തനിക്ക് ജീവിച്ചേ പറ്റൂ എന്നാണ് അതുല്യ നാട്ടിലുള്ളവരോട് പറഞ്ഞത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുണ്, ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ വളരെ ഗുരുതരമാണ്. ഗാർഹിക പീഡനത്തിന് പരാതി ഉണ്ടായിരുന്നു, അത് കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് അംഗം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വീണ്ടും അവിടേക്ക് പോയി അതേ സാഹചര്യം തന്നെ, അപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, മകൾക്ക് വേണ്ടി ജീവിക്കും എന്ന് പറയുന്നു. അവരുടെ ജന്മദിനമാണ്, പിറന്നാൾ ദിവസമാണ് ഇന്ന്. ആ ദിവസം തന്നെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് നാട്ടുകാരും അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കളും അച്ഛനും അമ്മയും ഒക്കെ പറയുന്നു. അപ്പോൾ ഇത് ഒരു കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ് നാട്ടിലുള്ള ബന്ധുക്കൾ കരുതുന്നത്. എന്തായിരിക്കും അരുൺ തുടർ നടപടികൾ? എന്തെങ്കിലും വിവരങ്ങൾ അത് സംബന്ധിച്ചുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഏറെ ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ്. കാരണം ഇന്ന് അതുല്യ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ, അതുപോലെ തന്നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, പിറന്നാൾ ദിനം കൂടിയാണ്. ഈ 2 ദിവസങ്ങളും ഒരുമിച്ച് വരുന്ന ആ ദിവസം തന്നെ ആത്മഹത്യക്ക് തിരഞ്ഞെടുത്തു എന്നതിൽ ബന്ധുക്കൾക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല. ബന്ധുക്കൾ അക്കാര്യത്തിൽ ചില ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറാണ് ഭർത്താവായ സതീഷ് ശങ്കർ എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരുടെ ഏക മകൾ ആരാധിക ഇപ്പോൾ ഈ അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ദുബായിലെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജീവനക്കാരനെ സതീഷ് ശങ്കറുമായി വിവാഹം ഉറപ്പിക്കുന്നത് അതുല്യയുടെ 17ാം വയസ്സിലാണ്. 17ാം വയസ്സിൽ എൻഗേജ്മെന്റ് നടത്തുന്നു. 18ാമത്തെ വയസ്സിൽ അതുല്യയുമായി ഈ സതീഷ് ശങ്കറിന്റെ വിവാഹം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന, ഈ നാട്ടുകാരിൽ നിന്നടക്കം ബന്ധുക്കളിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. തുടർന്ന് ഈ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങളാണ് പിന്നീട് ബന്ധുക്കൾ ഇടപെട്ട് സോൾവ് ചെയ്ത് അത് മുന്നോട്ട് പോവുകയായിരുന്നു. 1.5 വർഷം മുമ്പാണ് അതുല്യയെ സതീഷ് ശങ്കർ ഈ ഷാർജയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലെല്ലാം പറഞ്ഞത് അവിടെ അതുല്യയ്ക്കും ഒരു ജോലി, ഒപ്പം ഒരു മനോഹരമായ ജീവിതം, ഇതായിരുന്നു അവരുടെ മുന്നിലേക്ക്, ഈ ബന്ധുക്കളുടെ അടക്കം മുന്നിലേക്ക്, മാതാപിതാക്കളുടെ മുന്നിലേക്ക്, അതുല്യയുടെ മാതാപിതാക്കളുടെ മുന്നിലേക്ക് സതീഷ് ശങ്കർ വെച്ചത്. തുടർന്ന് ഈ വിദേശത്തെത്തിയതിന് പിന്നാലെ സതീഷ് ശങ്കറിന്റെ സ്വഭാവം അപ്പാടെ മാറി എന്നുള്ളതാണ് അതുല്യ പിന്നീട് ബന്ധുക്കളോട് പറഞ്ഞത്. പക്ഷേ അതുല്യയ്ക്ക് പിടിച്ചു നിൽക്കേണ്ടത് അനിവാര്യതയായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിരുന്നു. അത് ബന്ധുക്കളോടക്കം പറയുമ്പോഴും മകൾക്ക് വേണ്ടി താൻ ഇവിടെ പിടിച്ചു നിൽക്കും, ഭർത്താവിനൊപ്പം തന്നെ നിൽക്കാനാണ് പോകുന്നത് എന്ന് പലപ്പോഴും പറഞ്ഞു. പക്ഷേ അപ്പോഴെല്ലാം ഈ ഭർത്താവ് നടത്തുന്ന ശാരീരികമായ പീഡനം, അത് ശാരീരികമായ വലിയ തോതിലുള്ള അക്രമം, അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ മാതാവിനും അതുപോലെ തന്നെ ഒരു സഹോദരിക്കും, അത് ബന്ധുവായ ഒരു സഹോദരിക്കും അയച്ചു കൊടുത്തിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പീഡനം അതിന്റെ പരിധി കഴിഞ്ഞ എല്ലാ സീമകളും ലംഘിച്ചാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു സൈക്കോയെ പോലെ അയാൾ പെരുമാറുന്ന ദൃശ്യങ്ങൾ, ആ വിഷ്വലിലെല്ലാം നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഒരു സൈക്കോയെ പോലെയാണ് സതീഷ് ശങ്കർ പെരുമാറുന്നത്. അത് എന്ത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് എന്നൊന്നും വ്യക്തമല്ല.
അതുല്യ ജോലിക്ക് പോകുന്നതിനോട് പോലും അയാൾക്ക് ശരി അരുൺ, ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരട്ടെ. നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്കൊക്കെ വലിയ സംശയമുണ്ട്, പൊതുപ്രവർത്തകർക്കൊക്കെ വലിയ സംശയമുണ്ട്. അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് അവർ തന്നെ, അതുല്യ തന്നെ നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിച്ചിരുന്നു. മകൾക്ക് വേണ്ടി ജീവിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലുമെന്ന് അതുല്യ അച്ഛനെയും അമ്മയും ഒക്കെ അറിയിച്ചിരുന്നു. ഇന്ന് അതുല്യയുടെ ജന്മദിനമാണ്, ആ ദിവസമാണ് അവർ മരിച്ചത്. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണ് എന്നൊരു ആരോപണമാണ് നാട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ അന്വേഷണം നടക്കണമെന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മളോട് പ്രതികരിച്ചത് തേവലക്കര പഞ്ചായത്ത് അംഗം ബിന്ദുമോളാണ്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. 13 വയസ്സുകാരൻ മിഥുന്റെ മരണത്തിനിടയാക്കിയ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിവാദ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിച്ചു. രാത്രി 7 മണിയോടെ KCB ഉദ്യോഗസ്ഥരെത്തിയാണ് വൈദ്യുതി ലൈൻ മാറ്റിയത്. തേവലക്കര സ്കൂളിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മിഥുന്റെ ജീവനെടുത്ത ആ 3 ഫേസ് ലൈൻ ഒടുവിൽ KSEB അധികൃതർ നീക്കം ചെയ്തിരിക്കുകയാണ്. രാത്രി 7 മണിയോട് കൂടിയാണ് KSEB ജീവനക്കാരെത്തി ഈ ലൈൻ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. മിഥുൻ ചിതയിൽ എരിഞ്ഞടങ്ങുന്നതിന് മുൻപ് തന്നെ അത് KSEB ചെയ്തിരിക്കുന്നു. ഒരു തരത്തിൽ KSEB മിഥുന്റെ ആത്മാവിനോട് കാട്ടിയ ഒരു പ്രായശ്ചിത്തം തന്നെ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. തിങ്കളാഴ്ചക്കകം ഈ ലൈൻ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം ബാലാവകാശ കമ്മീഷനും കൃത്യമായി KSEBക്ക് നൽകിയിരുന്നു. ഇത് ഇൻസുലേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു ആദ്യം നടത്തിയിരുന്നെങ്കിൽ അതല്ല, പൂർണ്ണമായും ഈ കേബിൾ മാറ്റണമെന്ന് തന്നെയാണ്, ഈ വൈദ്യുതി ലൈൻ നീക്കണമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ അടക്കം നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ KSEBയിൽ പണം അടച്ചതിന് പിന്നാലെ രാത്രിയോടുകൂടി ഇപ്പോൾ KSEB ഈ ലൈൻ നീക്കം ചെയ്തിരിക്കുന്നു. ഈ പ്രവൃത്തി ഒരുപക്ഷെ നേരത്തെ തന്നെ ചെയ്തിരുന്നെങ്കിൽ മിഥുൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞിന് ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. എന്തായാലും ഇതിൽ KSEBയുടെ കനത്ത അനാസ്ഥയുണ്ട്. അധികൃതരുടെ ഒക്കെ തന്നെ പല ഭാഗങ്ങളിലുള്ള അധികൃതരുടെ അനാസ്ഥകളൊക്കെ തന്നെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഇനിയൊരു ആപത്തുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, ഇനിയൊരു മിഥുൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ലൈൻ നീക്കം ചെയ്തിരിക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.